വണക്കം വന്ദന നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടാണ്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 2-ാം തീയതി മെയ് മാസം 2024 രാവിലെ 7:37 AM. ഓക്കെ, ഇന്ന് നമുക്ക് മെയ് മാസത്തിൻ്റെ എക്സ്പയറി കോൺട്രാക്റ്റ് തുടങ്ങുകയാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ മാർക്കറ്റിനെ എങ്ങനെ കാണണം, എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ട്രേഡർ ആകേണ്ടത്, ഓപ്ഷൻ ബയർ ആകേണ്ടത് എന്നുള്ളത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നു. അതിൽ വളരെ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് റേഞ്ച്. ഈ റേഞ്ച് വച്ചാണ് ഓപ്ഷൻ സെല്ലേഴ്സ് കളിക്കുന്നത്. ഇത് ആർക്കറിയത്തില്ല. നിങ്ങൾ ഓപ്ഷൻ സെല്ലിങ്ങിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ അവർ പറയും ഗ്രീക്സ്, ഗാമ, തീറ്റ. നിങ്ങൾ മൊത്തത്തിൽ കുഴപ്പിക്കും അവർ, മനസ്സിലായില്ലേ? ഈ ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവർ ആദ്യം കുഴപ്പിക്കും. അതൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അവർ ആദ്യം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ, പക്ഷേ അവർ ആദ്യം ഇത് വലിയൊരു ഭയാനകമായിട്ടുള്ള നിങ്ങളെ കൊണ്ട് എത്തിക്കും. എന്നിട്ട് വലിയ വലിയ ചാർജസ് ചെയ്യും. കാര്യത്തിൽ അവർക്കറിയാം ഈ ഓപ്ഷൻ സെല്ലിങ്ങിന് വരുന്നവർ ലക്ഷക്കണക്കിന് കാശുള്ള ആൾക്കാരാണ് ഓപ്ഷൻ സെല്ലിങ്ങിന് വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവും മാർക്കറ്റിലുണ്ട്. ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതുകൊണ്ട്. അതുകൊണ്ടാണ് ഒരു ഓപ്ഷൻ ബയറിനെ വലുതായിട്ട് അവർ ശ്രദ്ധിക്കാത്തത്. കാര്യത്തിൽ ഓപ്ഷൻ ബയർ വരുന്നത് സാധാരണ ഒരു ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ സാധാരണ ഒരു ആൾക്കാരായിരിക്കും. ഒരു 10,000-20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ 50,000 രൂപ വെച്ച് നമുക്കൊരു ഓപ്ഷനിൽ എന്തെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ, ഒരു ഫിനാൻഷ്യലായിട്ട് നമുക്കൊരു ഫ്രീഡം കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആൾക്കാരാണ് 80% ആൾക്കാരും. ബാക്കിയുള്ള 20% ആൾക്കാരാണ് കാശുള്ള പാർട്ടീസ്. അപ്പോൾ ഈ 20% ആൾക്കാരാണ് ടാർഗറ്റ്. ഈ ഓപ്ഷൻ സെല്ലേഴ്സ് യൂട്യൂബിലിരുന്ന വീഡിയോസും പല ആൾക്കാരും 99% സെബി രജിസ്റ്റർ അഡ്വൈസറൊന്നും ആരും ഇവിടെ ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ അവർക്ക് ആർക്കും എഗെയിൻസ്റ്റ് അല്ല, പക്ഷേ അവരെല്ലാം ഓപ്ഷൻ ബയറിന് എഗെയിൻസ്റ്റാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം കുറിച്ച് ആലോചിക്കണം, നമ്മുടെ കാര്യം നമുക്ക് ആലോചിക്കാം ഇന്ന്. ഓക്കെ, നമ്മൾ ബിഗിനിങ് മുതലേ ഒരു 2-3 വർഷമായിട്ട് വീഡിയോസ് ഇവിടെ ഇടുന്നുണ്ട്. അത് മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. യുണീക്കായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഗ്യാപ് ഡൗൺ ഓപ്പൺ നന്നായിരിക്കും. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാപ് ഡൗൺ ഓപ്പൺ നന്നായിരിക്കും. അതും നമുക്ക് ഗ്യാപ് ഡൗണ് 49,100 അവിടെയൊക്കെ കിട്ടിയാൽ ആ ഓപ്പൺ ഹോൾഡ് ചെയ്താൽ ഈ PPOC മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. ഈ PPOC മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. തിരിച്ച് നമുക്ക് ഒരു നല്ലൊരു 49,500 ഈ PPOC 49,500-560 എന്ന് പറയുന്ന ഒരു ലെവല് സിയിലോട്ട് നോക്കാം. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആകുന്നതായിരിക്കും ബെസ്റ്റ്. അതും ഈ ലെവൽ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. അതായത് 49,140-150 150 ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ ഒരു 35 പോയിൻറ്റിൻ്റെ ഈ ഒരു ലെവൽ. സോ 49,090 മുതൽ 49,150 വരെയുള്ള ആ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓപ്പൺ ഹോൾഡ് ചെയ്താൽ നമുക്കൊരു ഈ PPOC ആയിട്ടുള്ള യാത്ര, മുകളിലോട്ടുള്ള ഒരു യാത്ര നമുക്ക് കാണാൻ പറ്റും. ഈ PPOC മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. ഇതായിരിക്കും ഏറ്റവും ഗുഡ് ട്രേഡ് സെറ്റപ്പ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഒരു 560 അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻറ്റ് 560 ഇവിടെ ഈ ഒരു PPOC അവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു PPOC അവിടെ നിന്ന് 600 ഈ ലെവലിൽ നിന്ന് 560 അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻ്റ് എടുത്തിട്ട് തിരിച്ച് ഈ 49,560 അവിടെ നിന്ന് റെസിസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ 49,140 150 എന്ന് പറഞ്ഞ ലെവൽ താഴോട്ട് നോക്കാൻ പറ്റും. നമുക്ക് റേഞ്ച് ഇന്ന് കണ്ടുവരുന്നത് ഒരു 400 പോയിൻ്റാണ് റേഞ്ച് കണ്ടുവരുന്നത്. നമുക്ക് റേഞ്ച് എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ ആയതിനു ശേഷം ഓപ്പൺ ലോ ഹൈ ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെ നിന്നൊരു 300 പോയിൻറ്റ് 400 പോയിൻ്റ് റേഞ്ചിന് ശേഷം മാർക്കറ്റ് ഒരു സൈഡ് വേസിലോട്ട് പോയിട്ട് അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്ക് ആ സൈഡിലോട്ടുള്ള യാത്ര നമുക്ക് നോക്കാം. നമുക്ക് ലൈവ് മാർക്കറ്റിലൊക്കെ ഒബ്സർവേഷൻ തരുന്നുണ്ട്. നമ്മളിത് ആരെയും ഇത് പറയുന്നതല്ല, പക്ഷേ എനിക്ക് എത്രത്തോളം ആൾക്കാർ ടെലഗ്രാം ചാനലിൽ എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയത്തില്ല. കൂടുതൽ എഫക്റ്റീവ് ആകും തോറും കൂടുതൽ ലൈവ് ഒബ്സർവേഷൻ അവിടെ കൊടുക്കും. നമ്മൾ കറക്റ്റ് ഏത് സ്ട്രൈക്ക് പ്രൈസാണ്, എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, എവിടെയാണ് സപ്പോർട്ട് എടുക്കുന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് എൻ്റെ വിജയമല്ല, എൻ്റെ യാതൊരു ഇതുമല്ല. ഇത് ഈ മാർക്കറ്റ് പ്രൊഫൈൽ പറയുന്ന കാര്യങ്ങൾ
നമ്മളത് അവിടെ നിന്ന് ആ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് മാർക്കറ്റ് പ്രൊഫൈലിൽ ലൈവായിട്ട് കണ്ട് അത് യാതൊരു ഡീവിയേഷൻ ഇല്ലാതെ അത് കണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ സോ ആൾ ക്രെഡിറ്റ് ഗോസ് ടു മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. ഇതാണ് ട്രേഡ് സെറ്റപ്പ്. ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്താൽ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഗ്യാപ്പ് അല്ല, ഒരു ഇൻസൈഡ് ഓപ്പൺ പ്ലസ് 49,560 മുകളിൽ 49,560 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ചെയ്താൽ അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. കാരണം ഇത് സ്പൈക്ക് റൂൾ എന്ന് പറയും. ഇന്നലെ എൽ പീരീഡ് താഴെ നല്ല സ്പൈക്കായിട്ട് താഴെ വീണിട്ടുണ്ട്. അത് സ്പൈക്ക് റൂൾ എന്ന് പറയും. സോ ഈ എന്താ പറയുക, ഉടനെ ഒന്നും ഈ താഴെ വീഴുന്നോ അങ്ങനെ നോക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ട്രേഡ് സെറ്റപ്പ് വിശ്വസിക്കുക. നമ്മുടെ ട്രേഡ് സെറ്റപ്പ് ഇതാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുമ്പോൾ നല്ലതാണ്. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ കുറച്ച് സമയമെടുത്ത് നമുക്ക് താഴോട്ട് വരാനുള്ള ശ്രമങ്ങൾ നോക്കാം. മുകളിലോട്ടാണെങ്കിൽ നമുക്ക് ഈ വാല്യൂ ഏരിയയ്ക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സസ്റ്റെയിൻ ചെയ്യണം. അതായത് അതാണ് 49,650 ലെവലിലൊക്കെ, 620, 650 ലെവലിലൊക്കെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇനി ഒരു അപ്പ് മൂവ്, നല്ലൊരു അപ്പ് മൂവ് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. പോലെ ഒരു ലൈക്ക് ബട്ടണും കമൻറ്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു.